ക്ലിയറിംഗ് ദ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെടികളോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുക. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ഇവിടെ ക്ലിയറിംഗ് ദ ഗ്രൗണ്ടും പിന്നെ സൈറ്റിൽ വേണ്ട മെറ്റീരിയൽസ് അൺലോഡ് ചെയ്തിട്ടുണ്ട്, ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഓഫീസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഷെഡ് ചിലപ്പോൾ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഒക്കെ വേണ്ടി, ഗൾഫിലാണെങ്കിൽ ചൂട് ഭയങ്കരമാണ്, അതുകൊണ്ട് ലേബേഴ്സിന് നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, കഴിയുന്നതും അവർ സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റെസ്റ്റ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടും ഉച്ച സമയത്തൊക്കെ ബ്രേക്ക് ഉണ്ടായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ലാതെ ക്ഷീണം തോന്നുമ്പോൾ വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെഡ് സൈറ്റിൽ സാധാരണ ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ സൈറ്റിൽ ലേ ഔട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ കോളത്തിന്റെ ആണോ അല്ലെങ്കിൽ ഏത് സ്ട്രക്ചർ ആണോ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് അതിന്റെ പൊസിഷൻ അനുസരിച്ച് ഞാൻ എൻ്റെ മാർക്കിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യും. മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എക്സ്കവേഷൻ ആണ്. എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് വൺസ് ദ ലേ ഔട്ട് ഓഫ് കൺസ്ട്രക്ഷൻ പോയിന്റ്സ് ആൻഡ് ഗ്രിഡ് ലൈൻസ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് ദി എക്സ്കവേഷൻ വർക്ക് ബിഗിൻ. എക്സ്കവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എക്സ്കവേഷൻ ഡെപ്ത് ഡിപ്പെൻഡ്സ് ഓൺ റെക്കമെൻഡേഷൻ ബൈ ദി സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ടായിരിക്കും എന്ത് ടൈപ്പ് ഫൂട്ടിംഗ് ആണ് വേണ്ടത് എന്നും എത്ര ഡീപ്പ് ആയിരിക്കണം ഫൂട്ടിംഗ് എന്നുള്ള കാര്യങ്ങളും. അതിന്റെ ബേസിസിൽ ഞാൻ എക്സ്കവേഷൻ ചെയ്യും. എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബൾക്കായിട്ട് എക്സ്കവേഷൻ ചെയ്യും. റാഫ്റ്റ് ഒക്കെയാണ് വരുന്നത് എങ്കിൽ ഫുൾ സൈറ്റ് മുഴുവൻ എക്സ്കവേഷൻ ചെയ്യും. ഫുൾ ആയിട്ട് റാഫ്റ്റ് അല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്മുടെ പിറ്റ് വരുന്നത് ആ പിറ്റ് മാത്രം എക്സ്കവേറ്റ് ചെയ്യും. എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യം ഫൂട്ടിംഗ് ആണ് കാസ്റ്റ് ചെയ്യേണ്ടത്. ഫൂട്ടിംഗ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോം വർക്ക് സെറ്റ് ചെയ്യും. ഫോം വർക്ക് സെറ്റ് ചെയ്യുന്ന എന്തിനാണ്, ഏറ്റവും ആദ്യം PCC ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോം വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോം വർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ PCC ചെയ്യും, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ക്ലയന്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം വർക്ക് അറേഞ്ച്മെന്റ് ചെയ്യും. അതിൽ കോളത്തിനുള്ള റീഇൻഫോഴ്സ്മെന്റ് ഇതുപോലെ ആദ്യമേ ഇൻസെർട്ട് ചെയ്തിട്ട് വെക്കും, ബൈൻഡ് ചെയ്ത് വെക്കും. ഫുട്ടിംഗ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടായിരിക്കും കാണാൻ. മുകളിലോട്ട് റീഇൻഫോഴ്സ്മെന്റ്, കോളത്തിനുള്ള റീഇൻഫോഴ്സ്മെന്റ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. താഴെ ഫൂട്ടിങ്സ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ കോളം കാസ്റ്റ് ചെയ്യും, ഇവിടെയും കാസ്റ്റ് ചെയ്യും. ആ കോളം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് മുകളിലായിട്ട് പ്ലിന്ത് ബീം ചെയ്യും. കോളങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പ്ലിന്ത് ബീം ചെയ്യും. പക്ഷെ ഈ പ്ലിന്ത് ബീം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അതിന് താഴെ ചില കേസസിൽ ബ്ലോക്ക് വർക്ക് ആവശ്യമായിട്ട് വരും. ആ ബ്ലോക്ക് വർക്ക് എവിടെയാണ് വരിക, ഇവിടെ, അതുപോലെ ഇവിടെ. അപ്പൊ ഈ പ്ലിന്ത് ബീമിന് താഴെ ഒരു സപ്പോർട്ട് ആയിട്ടാണ് ആ ബ്ലോക്ക് വർക്ക് വരുന്നത്. ബ്ലോക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതിന്റെ ഉൾഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യണം, ആ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനു കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത്. ചില കേസസിൽ ബ്ലോക്ക് വർക്ക് ചെയ്യാതെ നേരിട്ട് PCC ചെയ്തിട്ട് അതിന് മുകളിൽ പ്ലിന്ത് ബീം ചെയ്യുന്ന മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ ഈ പ്ലിന്ത് ബീമിന്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് അതിന്റെ ഒരു ഫോട്ടോ കാണിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കോളം അതിന് മുകളിൽ ബിറ്റുമൻ പെയിന്റ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, ബ്ലാക്ക് കളറുള്ള ബിറ്റുമൻ പെയിന്റ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്ലോക്ക് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്ലോക്ക് വർക്ക്. എൻ്റെ കോളം ഞാൻ പ്ലിന്ത് ബീമിന് ബോട്ടം വരെ കാസ്റ്റ് ചെയ്ത് നിർത്തി. എന്നിട്ട് ആ ഹൈറ്റ് വരെ ഞാൻ ഔട്ടർ ഫേസിൽ മാത്രം ബ്ലോക്ക് വർക്ക് ചെയ്തു. ഇടയിലൊന്നും ബ്ലോക്ക് വർക്ക് ഇല്ല. ഈ പുറത്തെ ചുമരിന് വേണ്ടി മാത്രം ഞാൻ ബ്ലോക്ക് വർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനുള്ളിൽ പിന്നീട് മണ്ണ് ഫില്ല് ചെയ്യും. പ്ലിന്ത് ബീമിന്റെ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് അതിനുള്ളിലുള്ള മര കഷ്ണങ്ങളും മറ്റുള്ളതൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം ഞാൻ മണ്ണ് ഫില്ല് ചെയ്യും. അപ്പൊ ആ മണ്ണിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ബ്ലോക്ക് വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ റെയർ ആയിട്ടുള്ള ചില കേസസിൽ ബ്ലോക്ക് വർക്ക് ഉണ്ടായിരിക്കില്ല, അതിന് നേരിട്ട് ഇവിടെ പ്ലിന്ത് മാത്രം വരുന്ന സിനേരിയോസും വരാറുണ്ട്. ബാക്ക് ഫില്ലിംഗ് ആൻഡ് കോമ്പാക്ടിംഗ് ആണ് അടുത്ത സ്റ്റെപ്പ്. ആ ബ്ലോക്ക് വർക്ക് ചെയ്തതിന്റെ ഉൾഭാഗത്ത് മുഴുവൻ ഞാൻ മണ്ണ് നിറയ്ക്കും. ആ മണ്ണിനെ കോമ്പാക്ട് ചെയ്യും. ആ കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇടയിലുള്ള പുറമേയുള്ള പ്ലിന്ത് ബീം, പുറമെ ഞാൻ ബ്ലോക്ക് വർക്ക് ചെയ്തു, അതിന് മുകളിലാണ് എനിക്ക് പ്ലിന്ത് ബീം ചെയ്യേണ്ടത്. പക്ഷെ ഇടയിലുള്ള ഭാഗങ്ങളിൽ പ്ലിന്ത് ബീം ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മണ്ണ് ഫില്ല് ചെയ്തതിന് മുകളിൽ പൊളിത്തീൻ ഷീറ്റ് വിരിക്കും. പൊളിത്തീൻ ഷീറ്റ് വിരിച്ചിട്ട് രണ്ട് സൈഡിലും ഫോം വർക്ക് ചെയ്യും. ഇതാണ് എൻ്റെ ഫോം വർക്ക്. പ്ലിന്ത് ബീമിന്റെ PCC ചെയ്യാനുള്ള ഫോം വർക്കാണ്. ഇങ്ങനെ ഫോം വർക്ക് ചെയ്ത് PCC ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ നമ്മൾ ടൈ ബീം അല്ലെങ്കിൽ പ്ലിന്ത് ബീം കാസ്റ്റ് ചെയ്യും. പ്ലിന്ത് ബീം കാസ്റ്റ് ചെയ്യും. ഇതിൽ അതിന്റെ ഫോട്ടോ ഇല്ല. ഏകദേശം ഇതാണ് എൻ്റെ പ്ലിന്ത് ബീം. ഇവിടെ ഇതെല്ലാം എൻ്റെ പ്ലിന്ത് ബീംസ് ആണ്. ആ പ്ലിന്ത് ബീം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യും. മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഗ്രേഡ് സ്ലാബിന്റെ കോൺക്രീറ്റ് ചെയ്യും. ഗ്രേഡ് സ്ലാബിന്റെ കോൺക്രീറ്റ് ഈ ലെവലിലാണ് ഗ്രേഡ് സ്ലാബ് വരിക. പ്ലിന്ത് ആണ് ഈ കാണുന്നത്. ഈ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് പ്ലിന്ത് ആണ്.
അതിന് മുകളിൽ ആ പ്ലിന്തിന്റെ ടോപ്പ് ലെവലും ഗ്രേഡ് സ്ലാബിന്റെ ടോപ്പ് ലെവലും സാധാരണ മാച്ച് ചെയ്ത് നിൽക്കും. എന്നിട്ട് ഞാൻ പിന്നെ താഴേക്ക് അത് കഴിയുമ്പോൾ അതിന് മുകളിലേക്കുള്ള കോളംസ് കാസ്റ്റ് ചെയ്യും. ആ കോളം ചെയ്യുന്നത് ബീമിന്റെ ബോട്ടം വരെ ആയിരിക്കും ചെയ്യുക. ഇത്രയും ഭാഗം ഞാൻ പിന്നെ ബീമിന്റെ കൂടെ ചെയ്ത് പോകുള്ളൂ. ബാക്കിയുള്ള കോളം ബീമിന്റെ ബോട്ടം വരെ കോളം കാസ്റ്റ് ചെയ്യും. കോളം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബീം കാസ്റ്റ് ചെയ്യും. ബീമും സ്ലാബും ചെയ്യും. ഇതുപോലെ ഇവിടെ ഞാൻ സ്ലാബിന്റെ ഫോം വർക്കിന്റെ ഒരു വർക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കോളമാണ്. കോളത്തിൽ ഇവിടെ ബീമിന്റെ സ്റ്റീല് വരുന്നുണ്ട്. ഇനി ഈ സൈഡ് ഇവിടെ കവർ ചെയ്യാൻ ബാക്കിയുണ്ട്. കവർ ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ചെയ്യാം ഫോം വർക്ക് കോൺക്രീറ്റ്. ഇത്രയും കഴിഞ്ഞാൽ എൻ്റെ വാളിന്റെ കൺസ്ട്രക്ഷൻ വരും. വാൾ ചെയ്യും. വാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിൻഡൽ ചെയ്യും. ലിൻഡൽ എവിടെയാണ് വരിക? ഈ ഇടയിൽ, ഈ വിൻഡോയുടെ മുകളിലായിട്ട് ലിൻഡൽ വേണ്ടി വരും. ആ ലിൻഡൽ ചെയ്യും. ലിൻഡൽ കഴിഞ്ഞാൽ MEP-യുടെ വർക്ക്, പിന്നെ പ്ലാസ്റ്ററിന്റെ വർക്ക്. പ്ലാസ്റ്ററിന്റെ വർക്ക് കഴിഞ്ഞാൽ പുട്ടി, പ്രൈമർ പോലുള്ള വർക്കുകൾ, പിന്നെ MEP-യുടെ സെക്കൻഡ് ഫിക്സ്. MEP-ന് 2 സ്റ്റേജ് ആയിട്ടാണ് പറയുക. ഫസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ. അത് കഴിഞ്ഞിട്ട് വയർ വലിക്കുന്നതും സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നതൊക്കെ സെക്കൻഡ് ഫിക്സിംഗ് എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് വെറ്റ് ഏരിയ വാട്ടർ പ്രൂഫിംഗ് ചെയ്യും. അത് കഴിഞ്ഞാൽ ടൈല് ചെയ്യും. പിന്നെ ഫിക്സിംഗ് ഓഫ് ഡോർ ചെയ്യും. പെയിന്റിങ് ചെയ്യും. ഇതാണ് എൻ്റെ കൺസ്ട്രക്ഷൻ സീക്വൻസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരയ്ക്കാൻ ഞാൻ PCC, കോളം ഫൂട്ടിങ്ങിന്റെ PCC, റാഫ്റ്റ് ആണെങ്കിൽ റാഫ്റ്റിന്റെ PCC, സ്ട്രിപ്പ് ആണെങ്കിൽ സ്ട്രിപ്പിന്റെ PCC. അതിന് മുകളിൽ കോളത്തിന്റെ ഫൂട്ടിങ് കഴിഞ്ഞാൽ അടുത്തത് എൻ്റെ കോളം കഴിഞ്ഞാൽ പ്ലിന്ത് ബീം. ഞാൻ ഈ കോളത്തിന് കുറച്ച് നീളം ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ സ്പേസ് കിട്ടാതെ വരും. കോളം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എൻ്റെ പ്ലിന്ത് ബീം. പ്ലിന്ത് ബീം കഴിഞ്ഞാൽ വീണ്ടും കോളം. കോളം കഴിഞ്ഞാൽ അടുത്ത ലെയറുള്ള ബീം. ആ ബീമിനോട് ചേർന്നിട്ട് സ്ലാബ്. ഇതാണ് എൻ്റെ കൺസ്ട്രക്ഷന്റെ സീക്വൻസ്. ഈ പ്ലിന്ത് ബീമിന്റെ താഴെയാണ് നമുക്ക് ബ്ലോക്ക് വർക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഞാൻ ഇവിടെ നിന്ന് എഴുതാം. PCC, ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് വിളിക്കുക. റാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയും. അതുകൊണ്ട് ആ വാക്ക് യൂസ് ചെയ്തുകൊണ്ട് മാത്രം. കോളം അപ് ടു പ്ലിന്ത് ബീം ബോട്ടം, പ്ലിന്ത് ബീം, സൂപ്പർ സ്ട്രക്ചർ, കോളം, റൂഫ് അല്ലെങ്കിൽ ഫ്ലോർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ബീം, ഇന്റർമീഡിയറ്റ് സ്ലാബ്. ഇത്രയുമാണ് സ്റ്റെപ്സ് വരുന്നത്. ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിൽ, ഇത് ഏത് സിനേരിയോ ആണ്? ഫ്രെയിംഡ് സ്ട്രക്ചർ. ഇനി ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കാം. എന്താണ് ഇതിൽ മാറ്റം വരുന്നത്? ഞാൻ അതും കൂടി വരയ്ക്കാം. ഫൗണ്ടേഷൻ സ്റ്റെപ്പ് 1, രണ്ടാമത്തെ സ്റ്റെപ്പ് ഫൗണ്ടേഷൻ. ഓക്കെ, പിന്നെ അതിന് മുകളിൽ ബ്ലോക്ക് വാൾ, ബ്ലോക്ക് അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടുള്ള ചുമര്. ആ ചുമര് കഴിഞ്ഞാൽ ആ ചുമരിന്റെ ഇടയിൽ ലിൻഡൽ കഴിഞ്ഞാൽ വീണ്ടും ചുമര്. ആ ചുമര് കഴിഞ്ഞാൽ ബീം ആവശ്യമാണെങ്കിൽ, അതല്ല എങ്കിൽ ഡയറക്ട്ലി സ്ലാബ്. അതാണ് എൻ്റെ കൺസ്ട്രക്ഷൻ സീക്വൻസ്. ഇനി ഇതില് ഗ്രൗണ്ട് ലെവൽ എവിടെയാണ് വരുന്നത്? ഇവിടെ ഗ്രൗണ്ട് ലെവൽ ഇവിടെയാണ് വരിക ഏകദേശം. പ്ലിന്ത് ബീമിന്റെ ടോപ്പ് ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്കായിട്ടായിരിക്കും ഇതായിരിക്കും ഗ്രൗണ്ട് ലെവൽ. ഇതില് ഗ്രൗണ്ട് ലെവൽ എവിടെയാണ് വരിക? ഇവിടെയായിട്ട്. ഇവിടെ ഗ്രൗണ്ട് ലെവൽ. ഇതെന്താണ് വർക്ക്? RR, മേസൺറി,
ഫൗണ്ടേഷൻ. ഇത് RR masonry plinth. ബ്രിക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സ്റ്റോൺ വാൾ. ലിൻഡൽ വീണ്ടും ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രിക്ക് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സ്റ്റോൺ വാൾ. സ്ലാബ് ആൻഡ് ബീം if required. സ്പാനൊക്കെ കൂടുതലുണ്ടെങ്കിൽ അവിടെ ബീം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബീം ഉണ്ടായിരിക്കില്ല. ഏത് മെത്തേഡാണ്? ലോഡ് ബിയറിംഗ് used in ആണ് രണ്ടിന്റെയും കൺസ്ട്രക്ഷൻ സീക്വൻസിന്റെ ഡിഫറൻസ്. ചോദ്യം വരും ഫ്രെയിം സ്ട്രക്ചറിൽ ലിൻഡൽ വരില്ലേ എന്നുള്ളത്. ഫ്രെയിം സ്ട്രക്ചറിൽ ലിൻഡൽ വരും. ഫ്രെയിം സ്ട്രക്ചറിൽ സാധാരണയായിട്ട് എവിടെയാണോ ഓപ്പണിങ്സ് ഉള്ളത് അതിന് മുകളിൽ മാത്രമേ ലിൻഡൽ ഉണ്ടായിട്ടുള്ളൂ. ചില കേസസിൽ പ്രീകാസ്റ്റ് ലിൻഡലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ആണെങ്കിൽ ആ ലിൻഡൽ എല്ലാ ചുമലിന്റെ മുകളിലും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറുണ്ട്, ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ. ഇതിൽ തന്നെ ചില ആളുകൾ ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇടയിൽ ഒരു ചെറിയ കോൺക്രീറ്റിന്റെ ഭാഗം ആഡ് ചെയ്ത് കൊടുക്കും. എന്റെ താഴത്തുള്ള റാഫ്റ്റിന്റെ RR മേസിന്റെ വർക്ക് കഴിഞ്ഞാൽ ഇതിനിടയിൽ ഇവിടെ ഒരു ചെറിയ കോൺക്രീറ്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ നാട്ടിൽ അതിന് പറയുന്ന പേര് ബെൽറ്റ് വർക്കാന്നൊക്കെ പറയും. RCC ബെൽറ്റ് if applicable. if applicable ചെയ്യാനുള്ള റീസൺ അത് എല്ലാ സ്ഥലത്തൊന്നും ആവശ്യം വരാറില്ല. വളരെ വീക്കായിട്ടുള്ള സോയിൽ ആണെങ്കിൽ മാത്രമേ ചെയ്ത് കണ്ടിട്ടുള്ളൂ. മണലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ചെയ്യുന്ന സിനരിയോ കുറവാണ്.